ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഹോം മെയ്ഡ് ഷവർമയാണ്. അതായത് നമ്മുടെ ഇന്നത്തെ യങ്സ്റ്റേഴ്സിന് എല്ലാ യങ്സ്റ്റേഴ്സിനും വളരെയധികം ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ഷവർമ. അത് നമുക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഷവർമയ്ക്ക് നമുക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കുബൂസ് വേണം, അതിൻ്റെ ബേസായിട്ട് യൂസ് ചെയ്യാനായിട്ട് കുബൂസ് വേണം, അതുപോലെ മയണൈസ് വേണം, പിന്നെ അതിൻ്റെ ഫില്ലിങ്സ്. അപ്പോൾ കുബൂസ് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഉണ്ടാക്കി വെച്ചതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് എപ്പിസോഡ്സിന് മുന്നേ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഹോം മെയ്ഡ് പിസ്സ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തന്നായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ പിസ്സയുടെ ബേസ് ഉണ്ടാക്കുന്നുണ്ട്. ആ സെയിം രീതിയിൽ തന്നെയാണ് ഞാൻ ഇതിൻ്റെ ഈ കുബൂസും റെഡിയാക്കിയേക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത് പരത്തുന്ന സമയത്ത് ഇത് ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ പരത്തിയെടുത്തിട്ട് വെറുതെ കല്ലിനകത്ത് വെച്ച് ഇതിനെ ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോഴത്തേക്ക് ഈ ഒരു രീതിയിൽ നമുക്കിതിൻ്റെ കുബൂസ് കിട്ടും. അപ്പോൾ എൻ്റെ ആ പിസ്സയുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങളത് കാണണം. അതിനകത്ത് ഞാൻ വളരെ വിശദമായിട്ട് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ ബേസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് വളരെ വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്തായാലും കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി ഇടാം. അപ്പം നമ്മുടെ ബേസ് ഇങ്ങനെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് മയണൈസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. മയണൈസ് നമുക്ക് സ്റ്റോറുകളിൽ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ ഇവിടെ ഞാൻ ഹോം മെയ്ഡ് മയണൈസ് തന്നെയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ മയണൈസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 2 കോഴിമുട്ടയുടെ വൈറ്റാണ് എടുത്തേക്കുന്നത്, 2 എഗ് വൈറ്റ്, ഒരു 4 അല്ലി വെളുത്തുള്ളി, അര നാരങ്ങയുടെ നീര്, ഒരു 2 നുള്ളു ഉപ്പ്, അതുപോലെ തന്നെ ഒരു 2 നുള്ളു പഞ്ചസാര. ഇത് കൂടാതെ പിന്നെ ഒരു 120 മില്ലി സൺഫ്ലവർ ഓയിലും കൂടെ വേണം. അത് മുഴുവനും കൂടെ ഒന്നിച്ച് മിക്സിയിലോട്ട് ഒഴിക്കരുത്. ഇതൊരു 2 or 3 തവണയായിട്ട് വേണം നമ്മൾ ഒഴിക്കാനായിട്ട്. എന്നിട്ട് അത് മിക്സിയിൽ നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് ബീറ്റ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ബാക്കി ഓയിലും കൂടെ വീണ്ടും ആഡ് ചെയ്യുക. മുഴുവൻ ഒഴിക്കുന്നില്ല, ഞാൻ 3 തവണയായിട്ടാണ് ഒഴിക്കുന്നത്. അപ്പോൾ ബാക്കി ഓയിലും കൂടെ ഒഴിക്കുന്നു. അപ്പം നമ്മുടെ മയണൈസ് എന്തായെന്നുള്ളത് നോക്കാം. ഓക്കെ, മയണൈസ് റെഡിയായി കഴിഞ്ഞു. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫില്ലിംഗ് തയ്യാറാക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റേജ്. ഫില്ലിംഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പാൻ ചൂടാക്കി കഴിഞ്ഞു. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിപ്പോൾ നന്നായിട്ട് ചൂടായി കഴിഞ്ഞു. അപ്പോൾ ഇതിലേക്കൊരു 200 to 250 ഗ്രാംസ്, ഇതിപ്പം ഏകദേശം ഒരു 250 ഗ്രാംസ് അടുപ്പിച്ചുണ്ട് ചിക്കൻ ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ, 1 ടീസ്പൂൺ അറബിക് മസാല കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗരം മസാല ആഡ് ചെയ്താലും മതി. 1 പച്ചമുളക് ചോപ്പ് ചെയ്തത്, അതുപോലെ ഒരു 4-5 അല്ലി വെളുത്തുള്ളി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്യണം.
ഞാൻ റെഡിയായി കഴിഞ്ഞു. ഇനി ഞാൻ ബാക്കി 2 കൂടെ ഉണ്ട്, അതും കൂടെ ഞാനൊന്ന് സെറ്റ് ചെയ്യട്ടെ. അങ്ങനെ 3 ഷവർമയും നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ കണ്ടല്ലോ എന്ത് എളുപ്പത്തിലാണ് നമ്മളൊരു ഷവർമ തയ്യാറാക്കിയെന്നുള്ളത്. അപ്പം ഇതിനകത്ത് നമുക്ക് കുറച്ച് ടൈം എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബേസ്, അതായത് അതിൻ്റെ ആ ഒരു കുബൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമുക്ക് കുറച്ച് ടൈം എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ നേരത്തെ കൂട്ടി അത് തയ്യാറാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കത് സ്റ്റോർ ചെയ്യാൻ സാധിക്കും വീട്ടിൽ തന്നെ. അപ്പോൾ കുബൂസ് തയ്യാറാക്കി വെച്ചേക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. മയണൈസ് ആണെന്നുണ്ടെങ്കിൽ പോലും എല്ലാം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്. നമ്മൾ സാധാരണ റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്കിതിനകത്ത് കിട്ടും. ഇതിനകത്ത് ഈ അറബിക് മസാല, അതുപോലെ ഒറിഗാനോ, പാപ്രിക്ക പൗഡർ, ഇത് 3 വരുമ്പോഴത്തേക്ക് തന്നെ ഇതിൻ്റെ ടേസ്റ്റിന് വളരെയധികം ഒരു ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ കഴിയുന്നത് നിങ്ങൾ ആ ഇൻഗ്രീഡിയൻസ് തന്നെ ചേർക്കുക. അതില്ലാന്നുണ്ടെങ്കിൽ മാത്രം, അറബിക് മസാല കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഗരം മസാല ചേർത്താൽ മതി. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിരിക്കും. നിങ്ങൾ ഡെഫിനറ്റായിട്ടും കഴിച്ചു നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.